ഓക്കെ, അപ്പൊ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന ഫോമിലുള്ള നമ്പേഴ്സ് ആണ്. Z equal to A plus IB, where A and B are real numbers. അതിന്റെ നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ സം, ഡിഫറൻസ്, പിന്നെ എന്താണ് പ്രോഡക്റ്റ്, കോഷ്യന്റ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചായിരുന്നു. സം എടുക്കുമ്പോൾ റിയൽ പാർട്ടുകൾ ആഡ് ചെയ്യുക, ഇമാജിനറി പാർട്ടുകൾ ആഡ് ചെയ്യുക. ഇപ്പോൾ A ഈക്വൽ ടു B പ്ലസ് ഐയും B ഈക്വൽ ടു 2 മൈനസ് ഐയും ആണെന്ന് വിചാരിക്കുക. Z1 പ്ലസ് Z2 അല്ല, Z1 Z2 എന്ന് തന്നെ കൊടുത്തേക്കാം. Z1 പ്ലസ് Z2 എന്തായിരിക്കും? -3i കൊടുക്കാം. എന്തായിരിക്കും? ആഡ് ചെയ്യുമ്പോൾ 5 മൈനസ് 2i, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3 മൈനസ് 2 1, i മൈനസ് -3i പ്ലസ് 4. Z1 Z2 ആകുമ്പോൾ നിങ്ങൾ എഴുതി മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, i² വരുമ്പോൾ -1 കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 6 മൈനസ് 9i പ്ലസ് 2i മൈനസ് i² 3. ഇത് 6, ഇത് പ്ലസ് ആവും, പ്ലസ് 3 മൈനസ് 7i ഓർ 9 മൈനസ് 7i എന്നായിരിക്കും പ്രോഡക്റ്റ് വരിക. കോഷ്യന്റ് വരുമ്പോൾ എന്ത് ചെയ്യണം? കോഷ്യന്റ് വരുമ്പോൾ എന്ത് ചെയ്യണം? ഓർക്കുന്നുണ്ടോ? ഇതാണ് എല്ലാം പഠിച്ച് മനസ്സിലായെന്ന് പറയുന്നത്. കോഷ്യന്റ് വരുമ്പോൾ എന്ത് ചെയ്യും? താഴെ ഉള്ളതിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട്, അതായത് ഇമാജിനറി സൈനിന്റെ സൈൻ മാറ്റിയുള്ള ടേം, അതാണ് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ താഴെ ഇത് 2² പ്ലസ് 3² എന്നാവും. ഒരു റിയൽ നമ്പർ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. മുകളിൽ 6 പ്ലസ് 9i പ്ലസ് 2i മൈനസ് 3i², അല്ല മൈനസ് അല്ല പ്ലസ്. അപ്പൊ ഇത് 6 മൈനസ് 3 പ്ലസ് 11i ബൈ 4. അപ്പൊ 3 പ്ലസ് 11i ബൈ 13 എന്നായിരിക്കും കോഷ്യന്റ് വരിക. അപ്പൊ ഇത് ഇത്തരം കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. അതുപോലെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? Z ഈക്വൽ ടു A പ്ലസ് IB ആണ് നിങ്ങളുടെ കോംപ്ലക്സ് നമ്പർ എങ്കിൽ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് Z ബാർ ആണ്, A മൈനസ് IB ആയിരിക്കും. അപ്പം ഈ ഇമാജിനറി പാർട്ടിന്റെ സൈൻ ചേഞ്ച് ചെയ്യുക. ഓക്കെ, ഇനി ഇതിനകത്ത് അടുത്തത് വരുന്നത് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ആണ്. മോഡുലസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലെങ്ത് തന്നെയാണ്. അപ്പൊ Z ഈക്വൽ ടു A പ്ലസ് IB ആണ് നമ്മളുടെ കോംപ്ലക്സ് നമ്പർ എങ്കിൽ അതിന്റെ മോഡുലസിനെ മോഡ് Z എന്നാണ് ഡിനോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് √(a² പ്ലസ് b). ലെങ്ത് ആണ് ആക്ച്വലി അത്. അപ്പൊ √(a² പ്ലസ് b² എന്ന് പറയുന്ന റിയൽ നമ്പർ ആണ് മോഡുലസ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ Z ഈക്വൽ ടു 3 പ്ലസ് i ആണെങ്കിൽ മോഡ് Z എന്ന് പറയുന്നത് √(3² പ്ലസ് 1²) √10 ആയിരിക്കും. അപ്പൊ ഈ ആക്ച്വലി ഇത് A പ്ലസ് IB ഇൻറ്റു A മൈനസ് IB എന്ന് പറയുന്നത് തന്നെയാണ് കേട്ടോ. അങ്ങനെയും ഒരു കണക്ഷൻ ഉണ്ട്, അങ്ങനെയും വേണമെങ്കിൽ ഓർത്തിരിക്കാം. അതാണ് ഈ A² പ്ലസ് B² എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സ്ക്വയർ റൂട്ടാണ് ഈ മോഡുലസ് Z എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത്. ഇതിനെ വേണമെങ്കിൽ മോഡ് Z² എന്ന് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള കണക്ഷൻസ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ഓരോന്ന് റിസൾട്ടുകൾ ഓരോന്ന് പഠിക്കുമ്പോൾ അതിനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്ട് ചെയ്യാമെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പൊ ചിലപ്പോ ഒരു ടേമിന്റെ ഫൈൻഡ് ദ മോഡുലസ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് നേരെ Z എന്ന് പറയുന്നത് A പ്ലസ് IB തന്നിട്ടായിരിക്കുകയല്ല ചോദിക്കുന്നത്. ഫൈൻഡ് ദ മോഡുലസ് ഓഫ് 1 പ്ലസ് i ബൈ 1 മൈനസ് i മൈനസ് 1 മൈനസ് i ബൈ 1 പ്ലസ് i. ഇതിന്റെ മോഡുലസ് കാണാനാണ് ചോദിക്കുക. അപ്പൊ ആദ്യം നമ്മൾ ഇതിനെ x പ്ലസ്
IY അല്ലെങ്കിൽ A+IB ഫോമിലാക്കണം. അതിന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. താഴെയുള്ളതിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് 1+I into 1+I by 1 square plus 1 square I minus 1 minus I. താഴെ 1 minus I കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ 1 square plus 1 square അവിടെയും വരും. അപ്പൊ ഇത് 1 plus 2I plus I square by 2 minus 1 minus 2I plus I square by 2. I square എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പൊ 1 plus 2I minus 1 by 2 minus 1 minus 2I minus 1 by 2. -1 ഇവിടുത്തെ വെട്ടിപ്പോവും. 2I by 2 I minus I എന്ന് പറഞ്ഞാൽ +I. അപ്പൊ 2I ആയി. അപ്പൊ നമ്മളുടെ കോംപ്ലക്സ് നമ്പർ തന്നെ 2I എന്നാണ്. ഇനി അതിന്റെ മോഡുലസ് കണ്ടുപിടിക്കുക. 2I എന്ന് പറഞ്ഞാൽ നമ്മൾ A+IB ഫോമിൽ എഴുതുമ്പോൾ 0 + 2I എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോ മോഡുലസ് Z എന്ന് പറയുന്നത് √0² + 2² 2 ആണ്. √4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഓക്കെ. അപ്പൊ കോംപ്ലക്സ് നമ്പർ എപ്പോഴും X+IY അല്ലെങ്കിൽ A+IB ഫോമിൽ ആക്കിയിട്ട് വേണം √A² + B² കാണാൻ. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഹലോ. അപ്പൊ ഇനിയുള്ളത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. ഇതിനകത്ത് ആകെപ്പാടെ ഈ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ ഈ ഇൻവേഴ്സ്, പിന്നെ ഒരു പോളാർ ഫോം, ഇത്രയും കാര്യങ്ങളെ കോംപ്ലക്സ് നമ്പറിലുള്ളൂ. അതിൽ നിന്നെല്ലാം ചോദ്യം ചോദിക്കുന്നതുമാണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് Z = A+IB ആണ് നമ്മളുടെ കോംപ്ലക്സ് നമ്പർ. ഇൻവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ സാധാരണ പറയുന്നത് എന്താണ്? 1/Z ആണ്. 1/Z എന്തോ നമ്മൾ വെറുതെ എഴുതി നോക്കിയാൽ മതി. 1/A+IB ആയി. 1/A+IB എന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്താ ചെയ്യുക? കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ A - IB into A - IB into A+IB into A - IB. A+IB into A - IB A² + B² ആണ്. മുകളിൽ A - IB ആയി. A - IB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി Z ബാർ ആണ്. A² + B² എന്ന് പറഞ്ഞാൽ mod Z² ആണ്. Z ഇൻവേഴ്സിന്റെ ഫോർമുല എന്ന് പറയുന്നത് Z ബാർ ബൈ mod Z² ആണ്. നിങ്ങൾ അത് ഓർത്തിരിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാൽ 1/Z എടുത്ത് താഴെ കോംപ്ലക്സ് നമ്പർ വന്നു കഴിഞ്ഞാൽ ഉടനെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തങ്ങ് പോയാൽ മതി. ഇതിന് നേരെ ഇപ്പൊ Z = 3+I എന്നാണ് തരുന്നതെങ്കിൽ നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാൻ എളുപ്പമാണ്. Z ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z ബാർ ബൈ mod Z². Z ബാർ എന്താണ്? 3+I ആണ് Z. അപ്പൊ Z ബാർ 3 - I ആയി. ബൈ mod Z² A² + B². അപ്പൊ 3 - I by 10 നേരെ എഴുതാം. പക്ഷെ ഇപ്പൊ മുമ്പേ ഒരു പ്രോബ്ലം തന്നായിരുന്നല്ലോ. നമ്മള് എന്താണ് ഇപ്പം കോഞ്ചുഗേറ്റ് അല്ല മോഡുലസ് കാണാൻ 1 - I by 1+I എന്നൊക്കെ പറഞ്ഞ ഞാനൊരു ക്വസ്റ്റ്യൻ തന്നായിരുന്നു. അപ്പൊ അത് ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ അതിനെ A+IB ഫോമിൽ ആക്കിയിട്ട് പിന്നെ വേണം Z ഇൻവേഴ്സ് കാണാൻ. അല്ലെങ്കിൽ 3 + 4I by 4 - 5I ഇതിന്റെ ഇൻവേഴ്സ് കാണാനാണെന്ന് വിചാരിക്കാം. ഇത് പലതരത്തിൽ ചെയ്യാം. ആദ്യം ഇതിനെ ഒരു A+IB ഫോമിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇൻവേഴ്സ് കാണാം. അല്ലെന്നുണ്ടെങ്കിൽ Z ഇൻവേഴ്സ് എന്താണ്? നേരെ റെസിപ്രോക്കൽ ആണ്. 4 - I 5I by 3 + 4I. ഇനി ഇതിനെ A+IB ഫോമിലാക്കുക. 4 - 5I into 3 - 4I divided by
3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. നമ്മൾ 12 മൈനസ് 16 മൈനസ് 15 പ്ലസ് 20 സ്ക്വയർ 9 പ്ലസ് 60. Then the 12 minus 20 minus 31i divided by 25. Abba minus 8 minus 31i by 25. Minus 8 by 25 minus 31 by 25i. ഇതാണ് Z ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഒന്നുകിൽ നേരെ ഫോർമുല അപ്ലൈ ചെയ്യുക Z ബാർ ബൈ മോഡ് Z സ്ക്വയർ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇൻവേഴ്സ് കാണുക. ഇൻവേഴ്സ് കാണുമ്പോൾ എപ്പോഴും കോഷ്യന്റ് വരുമ്പോൾ താഴെ ഒരു കോംപ്ലക്സ് നമ്പർ, ഡിനോമിനേറ്ററിൽ ഒരു കോംപ്ലക്സ് നമ്പർ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ മറ്റേ എന്താണ് A+IB ഫോമിലേക്ക് മാറ്റണം. അതായത് അതിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളത് ഓർത്തിരിക്കും. അപ്പൊ അങ്ങനെ ഏത് പ്രോബ്ലം വേണമെങ്കിലും വരാം കേട്ടോ. 4 മൈനസ് റൂട്ട് ഓഫ് -9 എന്ന് നിങ്ങൾക്ക് ഒരു കോംപ്ലക്സ് നമ്പർ തരുവാണ്. ആദ്യം നമ്മൾ ഇതിനെ 4 മൈനസ് I3 എന്ന് എഴുതുക. ഇതാണ് നമ്മളുടെ കോംപ്ലക്സ് നമ്പർ. അപ്പൊ Z ഇൻവേഴ്സ് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. 4 പ്ലസ് I3 ബൈ 16 പ്ലസ് 9 പ്ലസ് I3 ബൈ 25 ആണ് Z ഇൻവേഴ്സ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു പോളാർ കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് വേറൊരു ഫോമിൽ എഴുതാം. അതിനാണ് പോളാർ ഫോം എന്ന് പറയുന്നത്. പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഈ പോളാർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദിസ് മീൻസ് ഇപ്പൊ സപ്പോസ് Z ഈക്വൽ ടു എക്സ് പ്ലസ് IY എന്നൊരു കോംപ്ലക്സ് നമ്പർ ആണ്. അപ്പൊ ഈ കോംപ്ലക്സ് നമ്പറിനെ XY എന്ന് പറയുന്ന ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ അത് നമുക്ക് നോർമലി നമ്മളൊരു പോയിന്റിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, അതായത് ഇവിടെ എക്സും ഈ ഡിസ്റ്റൻസ് വൈയുമാണ്. അങ്ങനെയല്ലേ നമ്മളൊരു പോയിന്റ് ഡിനോട്ട് ചെയ്യുന്നത് ഇവിടെ, അല്ലേ? കോർഡിനേറ്റ് സിസ്റ്റത്തിൽ XY ആക്സിസിൽ നമ്മളൊരു പോയിന്റ് പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 1, 2 എന്ന് പറഞ്ഞൊരു പോയിന്റ് എന്നാൽ X ആക്സിസിൽ 1 ഡിസ്റ്റൻസിലും Y ആക്സിസിൽ 2 ഡിസ്റ്റൻസിലും ഉള്ള ഒരു പോയിന്റ് എടുത്ത് അവിടെ പോയി കുത്തുവല്ലേ ചെയ്യുന്നത്, അല്ലേ? അതെ. അതുപോലെ തന്നെ ഇവിടെ X+IY എന്നൊരു കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ ഈ P എന്ന് പറഞ്ഞൊരു പോയിന്റ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അത് കുറെയൊക്കെ സാധാരണ നമ്മുടെ 2 ഡയമെൻഷണൽ സ്പേസ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു അത് തന്നെയാണ്. അപ്പൊ അതിന് കോംപ്ലക്സ് നമ്പറിൽ പറയുമ്പോൾ അതിന് ആർഗൻഡ് ഡയഗ്രാം എന്ന് പറയും. ഇങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ ഈ 2 ഡയമെൻഷണൽ ആക്സിസിൽ ഒരു പോയിന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിന് നമ്മൾ ആർഗൻഡ് ഡയഗ്രാം എന്ന് പറയും. ഈ പ്ലെയിനിന് ആർഗൻഡ് പ്ലെയിൻ എന്നും പറയും. നമ്മൾ ജിയോമെട്രി പഠിച്ചപ്പോൾ XY പ്ലെയിൻ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. കോംപ്ലക്സ് നമ്പർ ആവുമ്പോൾ അതിന് ആർഗൻഡ് പ്ലെയിൻ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഇപ്പം 2 - 3 അല്ലെങ്കിൽ Z ഈക്വൽ ടു 2 - I3 എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ അതിനെ ഒരു കോർഡിനേറ്റ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയും? 2 - 3 എന്നാണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ ആക്സിസിൽ നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഇത് 1, 2 ആക്സിസിൽ 2 ആണ്. -3 എന്ന് പറയുമ്പോൾ താഴോട്ട് വരണം. ഇവിടാണ് -3 വരിക. അപ്പൊ 2ന് താഴെ ഇതാണ് 2 - 3 എന്ന് പറയുന്ന പോയിന്റ്. ഇങ്ങനെ പ്ലോട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ആർഗൻഡ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഒരു കോംപ്ലക്സ് നമ്പറിനെ 2 - I3 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ നമ്മളൊരു പോയിന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. സാധാരണ നമ്മളൊരു പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നതുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല, അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ
ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ ഇത് PXY ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരച്ചാൽ OP. ഞാൻ ഇവിടെ ഒരു എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഈ ഡിസ്റ്റൻസ് Y ആണ്, ഇത് അല്ല സോറി ഇത് X ആണ്, ഇത് Y ആണ്. സപ്പോസ് OP എന്ന് പറയുന്ന ഈ ലൈൻ X ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഇപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എനിക്കുണ്ട്. അപ്പൊ ഈ X എന്ന് പറയുന്നത് എന്താണ്? ട്രിഗണോമെട്രി പഠിച്ചത് ഓർക്കുക. ഇത് R ആണ്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയതുകൊണ്ട് ഇത് എന്തായിരിക്കും? √(x²+ y² ആണ്, ഹൈപ്പോട്ടന്യൂസ് ആണ്. അതിനെ R എന്ന് ഞാൻ ഡിഫൈൻ ചെയ്യാണ്. √(x²+ y² എന്താണെന്ന് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പറിനെ സംബന്ധിച്ച് √(x²+ y² എന്ന് പറയുന്നത് mod z ആണ്, അല്ലേ? ആണോ? ഇവിടെ ഇതൊക്കെ കിട്ടിയത് എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? വെറുതെ ഒരു പോയിന്റ് XY നമ്മൾ പ്ലോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് X ആണ്, മുകളിലോട്ടുള്ള ഡിസ്റ്റൻസ് Y ആണ്, ഈ പോയിന്റ് PXY ആണ്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അതുകൊണ്ട് അതിന്റെ ഹൈപ്പോട്ടന്യൂസ് √(x²+ y² നമുക്ക് ആർക്കിമിഡീസ് തിയറം അനുസരിച്ച് കിട്ടുന്നതാണ്. പക്ഷെ കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു √(x²+ y² എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ ആണ്. അതിനെ ഞാൻ R എന്ന് പേര് കൊടുത്ത് അവിടെ ഇട്ടേക്കാണ്. ഓക്കെ. ഇനി ഇതിനകത്ത് ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ X എന്ന് പറയുന്നത്, അല്ലെങ്കിൽ X എന്ന് വേണ്ട, X ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ ഇതിനകത്ത് കോസ് തീറ്റ എടുക്കുക. വാട്ട് ഈസ് കോസ് തീറ്റ? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് X/R ആണ്. സൈൻ തീറ്റ എന്തായിരിക്കും? സൈൻ തീറ്റ എന്താണ്? സൈൻ തീറ്റയുടെ ഡെഫിനിഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് Y/R. അപ്പൊ ഈ റിലേഷനകത്തുനിന്ന് X എന്ന് പറയുന്നത് R കോസ് തീറ്റ ആണ്, Y എന്ന് പറയുന്നത് R സൈൻ തീറ്റ ആണ്. അപ്പൊ നമ്മളുടെ കോംപ്ലക്സ് നമ്പർ Z = X + IY എന്ന് എഴുതുന്നതിൽ എക്സിന് പകരം ഞാൻ R കോസ് തീറ്റ എന്ന് എഴുതുകയാണ്, പ്ലസ് I × R സൈൻ തീറ്റ. R എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ ആണ്. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ബിറ്റ്വീൻ ഈ പോയിന്റ് അല്ലെങ്കിൽ ഈ കോംപ്ലക്സ് നമ്പർ X ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. X ആക്സിസും ഈ പോയിന്റും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ കോംപ്ലക്സ് നമ്പറിനെ X + IY എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ R cos theta plus IR sin theta എന്ന് എഴുതുന്നു. This is called the polar form of the complex number. പോളാർ ഫോം എന്ന് പറയുന്നത് എപ്പോഴും മോഡുലസിന്റെയും ആംഗിളിന്റെയും ടേംസിലായിരിക്കും. അപ്പൊ എക്സിന് പകരം R cos തീറ്റയും വൈക്ക് പകരം R sin തീറ്റയുമാണ് കാണുന്നത്. നമ്മൾ ഈ ആറും തീറ്റയും ഈ എക്സ്പ്രഷനിൽ നിന്ന് കണ്ടുപിടിച്ച് ഇത് അങ്ങനെ ആംഗിളിന്റെയും മോഡുലസിന്റെയും ടേമിൽ എഴുതുക എന്നുള്ളതാണ് പോളാർ ഫോമിൽ ഉദ്ദേശിക്കുന്നത്. സോ X + IY = R cos തീറ്റ പ്ലസ് I × R sin തീറ്റ എന്നുള്ള റിസൾട്ട് ഓർത്തിരിക്കുക. അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഈ ഇതിനകത്ത് R എന്ന് പറയുന്നത് മോഡുലസ് ആണെന്ന് പറഞ്ഞു. ഈ തീറ്റ എന്ന് പറയുന്നതിന് ആംപ്ലിറ്റ്യൂഡ് എന്ന പേരും കാണാറുണ്ട്. ആംഗിൾ ആണ്, ആംപ്ലിറ്റ്യൂഡ് എന്നും കാണാം. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ എവിടെയെങ്കിലും അങ്ങനെ കണ്ടാലും അത് ആംഗിൾ ബിറ്റ്വീൻ X ആക്സിസ് ആൻഡ് ദ കോംപ്ലക്സ് നമ്പർ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ വരുവാണ്. എക്സ്പ്രസ് 1 + I in polar form. 1 + I എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ പോളാർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ 1 + I = നമുക്ക് ആദ്യമേ ഒരു തീറ്റയും ആറും ഒന്നും എന്താണെന്ന് അറിഞ്ഞുകൂടാ. സോ യു റൈറ്റ് R cos തീറ്റ പ്ലസ് IR sin തീറ്റ.
ഇതിപ്പോ രണ്ട് ഈക്വൽ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് എന്ന് പറഞ്ഞാൽ അവരുടെ റിയൽ പാർട്ടുകൾ ഈക്വൽ ആയിരിക്കും, ഇമാജിനറി പാർട്ടുകൾ ഈക്വൽ ആയിരിക്കും. ഇവിടുത്തെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് 1 ആണ്. 1 ഈക്വൽ ടു ആർ കോസ് തീറ്റ. ഇമാജിനറി പാർട്ടും 1 ആണ്. 1 ഈക്വൽ ടു ആർ സൈൻ തീറ്റ. ഇനി ആർ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അത് നമുക്ക് ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇവിടുത്തെ എക്സ് 1 ആണ്, വൈയും 1 ആണ്. അപ്പൊ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ റൂട്ട് 2 ആണ്. ഓക്കെ, അപ്പൊ കോസ് തീറ്റയും സൈൻ തീറ്റയും നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. 1 ഈക്വൽ ടു ആർ കോസ് തീറ്റ. അപ്പൊ കോസ് തീറ്റ എന്ന് പറയുന്നത് 1/r ആണ്. 1/r എന്ന് പറയുന്നത് റൂട്ട് 2 ആണ്. സൈൻ തീറ്റ എന്ന് പറയുന്നതും ഇവിടെ നമുക്ക് 1/√2 ആണ് കിട്ടിയേക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ആലോചിക്കുക, സൈൻ തീറ്റയും 1/√2 ആണ്, കോസ് തീറ്റയും 1/√2 ആണ്. അപ്പൊ തീറ്റയുടെ വാല്യൂ എന്താണ്? ഇത് നമ്മൾ ട്രിഗ്നോമെട്രിയിൽ പഠിച്ചതാണ്, ഓർക്കുന്നുണ്ടോ? സൈൻ തീറ്റ 1/√2 കിട്ടണമെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? മറന്നുപോയോ അല്ല? π/4. നമ്മള് സൈൻ തീറ്റയുടെ മാത്രം വാല്യൂ എങ്കിലും ഓർത്തിരിക്കുക എന്ന് പറഞ്ഞ് ഞാനൊരു ടേബിൾ ഉണ്ടാക്കിയായിരുന്നു. 0, 30, 45, 60. 30 എന്ന് പറയുന്നത് π/6 ആണ്. ഇത് π/4 ആണ്. ഇത് π/3 ആണ്. ഇത് π/2 ആണ്. സൈൻ 0 എന്താണ്? 0 ആണ്. സൈൻ 90 1 ആണ്. ഇത് 1/2 ആണ്. ഇത് 1/√2 ആണ്. ഇത് √3/2 ആണ്. ഈ ഒരു ടേബിൾ ഇത് നമുക്ക് ഇനിയും ആവശ്യമുള്ളതാണ്. ഇവിടെ പ്രത്യേകിച്ച് ഇത് ഓർത്തിരിക്കുക. സൈൻ തീറ്റ 1/√2 ആണ്. കോസ് തീറ്റയും ഓബിയസ്ലി 1/√2 തന്നെ ആയിരിക്കും. അപ്പൊ തീറ്റ ഈക്വൽ ടു π/4 ആണ്. അപ്പൊ നമുക്ക് r ഉണ്ട്, തീറ്റ ഉണ്ട്. അപ്പൊ പോളാർ ഫോം എഴുതാം. 1/i ഈക്വൽസ് r എന്താണ്? √2 കോസ് തീറ്റയ്ക്ക് പകരം π/4 കൊടുക്കുക പ്ലസ് i √2 സൈൻ π/4. വേണമെങ്കിൽ √2 പുറത്തെടുക്കാം. √2 ഇൻറ്റു കോസ് π/4 പ്ലസ് i സൈൻ π/4. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതുന്നതിനാണ് പോളാർ ഫോം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു ആംഗിൾ കാണുമ്പോൾ ഇതിനകത്ത് നമുക്ക് പല എന്താണ് 4 ക്വാഡ്രന്റിലും വരാം. അത് നമ്മൾ ക്വാഡ്രന്റിലെ സൈൻസ് ഒന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. അതായത് ഇപ്പൊ സപ്പോസ് നിങ്ങൾക്കൊരു എക്സ്പ്രഷൻ വരുവാണ് -4 പ്ലസ് i4 √3. ഇതിനെ പോളാർ ഫോമിൽ എഴുതണം. അപ്പൊ -4 പ്ലസ് i4 √3 നമ്മൾ r കോസ് തീറ്റ പ്ലസ് i r സൈൻ തീറ്റ എന്ന് ആദ്യം എഴുതും. r കോസ് തീറ്റ -4 ആണ്. r സൈൻ തീറ്റ 4√3 ആണ്. ഇനി r കണ്ടുപിടിക്കുക. r എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പൊ റൂട്ട് ഓഫ് ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് -4 സ്ക്വയർ പ്ലസ് 4√3 സ്ക്വയർ. അപ്പൊ ഇത് 4 16 പ്ലസ് 16 ഇൻറ്റു 3 18 18 58 16 6 14 5 6 1 7 74 48 64. 64ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 8. ഓക്കെ, അപ്പൊ 6 8 എന്ന് കിട്ടി. അപ്പൊ കോസ് തീറ്റ എന്താണ്? കോസ് തീറ്റ ഈസ് -4/8 എന്ന് പറഞ്ഞാൽ -1/2. സൈൻ തീറ്റ എന്ന് പറയുന്നത് 4√3/8 എന്ന് പറഞ്ഞാൽ √3/2. അപ്പൊ കോസ് തീറ്റ -1/2, സൈൻ തീറ്റ √3/2.
അപ്പൊ നമ്മള് നോക്കുക, നമ്മുടെ ഈ കോസ് തീറ്റയ്ക്ക് 1/2 കിട്ടുന്നത് എവിടെയാണ്? നമ്മൾ എഴുതിയിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. കോസ് തീറ്റ ഇത് 1 ആയി, ഇത് 0 ആയി, ഇത് √3/2 ആയി, ഇത് 1/2 ആയി, ഇതും 1/2. അപ്പൊ കോസ് തീറ്റ 1/2 കിട്ടുന്നത് 60-ലാണ്. അവിടെ സൈൻ തീറ്റ √3/2 ആണ്. നമുക്ക് ഈ ടേബിൾ കാണുമ്പോൾ അറിയാം. ഈ ടേബിളിനകത്ത് ഇത് എപ്പോഴും അങ്ങനത്തെ വാല്യൂ വരുള്ളൂ. കോസ് തീറ്റ 1/2. ഇനി എന്താന്ന് വെച്ചാൽ പിന്നെ ഉള്ളത് അതിന്റെ സൈൻ നോക്കുക. ഓക്കെ, കോസ് തീറ്റ നമ്മള് ആംഗിൾ ഏകദേശം നമുക്ക് ആരാണ് 3 എന്ന് കിട്ടി. ഓക്കെ, കോസ് തീറ്റ നെഗറ്റീവ് ആണ്, സൈൻ തീറ്റ പോസിറ്റീവ് ആണ്. കോസ് തീറ്റ നെഗറ്റീവ് ആണ്, സൈൻ തീറ്റ പോസിറ്റീവ് ആണ്. അപ്പൊ ഏത് ക്വാഡ്രന്റിൽ വരണം? ഇത്ര എഴുതി കാണിച്ചാലും നിങ്ങൾ പറയൂല. സെക്കൻഡ് ക്വാഡ്രന്റിൽ വരണം. സെക്കൻഡ് ക്വാഡ്രന്റിൽ വരണമെങ്കിൽ നമുക്ക് പൈ മൈനസ് തീറ്റ എന്ന് വേണം വരാൻ. അപ്പോ ഈ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ 1/2 എന്ന് പറയുന്ന വാല്യൂ π/3-ലാണെന്ന് മനസ്സിലായി. പക്ഷെ അത് നെഗറ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ ഇത് പൈ മൈനസ് π/3 എന്ന് എടുക്കണം ആംഗിൾ. അപ്പൊ എന്താണ് 2π/3 എന്നായിരിക്കും ആംഗിൾ വരിക. സൈൻ പോസിറ്റീവ് അല്ലാതെ ഏതെങ്കിലും വന്നു കഴിയുമ്പോൾ, പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് നേരെ ആ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാം. പോസിറ്റീവ് അല്ലാതെ വരുമ്പോൾ സൈൻ പോസിറ്റീവും കോസ് നെഗറ്റീവും ആണെങ്കിൽ പൈ മൈനസ് തീറ്റ ആയിരിക്കും. ഇനി കോസ് പോസിറ്റീവും സൈൻ നെഗറ്റീവും ആണെങ്കിൽ വെറുതെ മൈനസ് തീറ്റ നിർത്താൽ മതി, ഫോർത്ത് ക്വാഡ്രന്റിൽ വന്നോളൂ. രണ്ടുപേരും നെഗറ്റീവ് ആണെങ്കിൽ പൈ പ്ലസ് തീറ്റ എടുക്കുക. ഇത്തരം കാര്യങ്ങൾ അതിന്റെ ഇടയ്ക്ക് ട്രിഗണോമെട്രിയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന് ഓർത്തിരിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് 6 തീറ്റയായി. അപ്പൊ ഈ -4 + i4√3 എന്ന് പറയുന്നതിന്റെ പോളാർ ഫോം 6 × cos 2π/3 + i 6 × sin 2π/3. ഇതായിരിക്കും ഇതിന്റെ പോളാർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. പോളാർ ഫോമിന്റെ ഒരു 4-5 പ്രോബ്ലം ഞാൻ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം നേരെ ഈ ചെയ്ത -4 + i4√3 എന്ന് പറയുന്നത് ആക്ച്വലി വേറൊരു തരത്തിലാണ് ഇത് തന്നിരിക്കുന്നത്. അതായത് പോളാർ ഫോം കാണുക എന്ന് പറഞ്ഞിട്ട് ആ കോംപ്ലക്സ് നമ്പർ തരുന്നത് ആക്ച്വലി -16/1 + i√3 എന്നായിരുന്നു. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് -16-നെ 1 - i√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1² + 3 എന്ന് കൊടുത്തു ഇങ്ങനെ മാറ്റി എഴുതി ആണ് നമ്മൾ ഈ 4ലേക്ക് വരുന്നത്. -16 + i16√3/4 അപ്പോഴാണ് -4 + i4√3 എന്ന് കിട്ടുന്നത്. എന്നിട്ട് അതിനെ r cos തീറ്റ + i r sin തീറ്റ എന്ന് എഴുതി ഇക്വേറ്റ് ചെയ്ത് ആറും തീറ്റയും കാണുക. 6 കാണാൻ എപ്പോഴും എളുപ്പമാണ്. തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ, ഇതിന്റെ സം എടുത്തിട്ട് സ്ക്വയർ റൂട്ട് എടുത്താൽ മാത്രം മതി. പിന്നെ ഈ തീറ്റ എന്ന് പറയുന്നത് എപ്പോഴും 0, π/3, π/4, π/6, π/2 ഇതിലേതെങ്കിലുമൊക്കെ ഒന്നായിരിക്കും. അതുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. അതുപോലെ സിംപ്ലിഫൈ ചെയ്ത് വന്നോളും. പിന്നെ അത് ഏത് ക്വാഡ്രന്റിലാണ് എന്നുള്ളത് നോക്കുക. രണ്ടുപേരും പോസിറ്റീവ് ആണെങ്കിൽ വെറുതെ തീറ്റ എന്ന് കൊടുത്താൽ മതി. സൈൻ പോസിറ്റീവും കോസ് നെഗറ്റീവും ആണെങ്കിൽ പൈ മൈനസ് തീറ്റ കൊടുക്കുക. രണ്ടുപേരും നെഗറ്റീവ് ആണെങ്കിൽ പൈ പ്ലസ് തീറ്റ കൊടുക്കുക. കോസ് പോസിറ്റീവും സൈൻ നെഗറ്റീവും ആണെങ്കിൽ മൈനസ് തീറ്റ എന്ന് കൊടുത്താൽ മാത്രം മതി. അപ്പൊ അത്തരം കാര്യങ്ങളും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അന്നേരം നിങ്ങൾ ആരെങ്കിലും ഉള്ളവര് മെസ്സേജ് ചെയ്ത് ചോദിക്കുക. 1-2 പേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്.
വേറെ ആരുടെയും സംശയങ്ങളൊന്നും ഞാൻ കാണാ